സുഹൃത്തുക്കളെ നമസ്കാരം. വേടനെന്ന ഗായകന്റെ പാട്ടും രാഷ്ട്രീയവും ചർച്ച ചെയ്യാനാണ് ഈ അവസരം നമ്മൾ വിനിയോഗിക്കുന്നത്. ഇതിന്റെ ഒരു സാഹചര്യം നിങ്ങൾക്കറിയാം. കേരളത്തിലെ ഭരണകൂടം വേടനെന്ന ഗായകനെതിരെ 2 കേസുകൾ ചുമത്തുകയുണ്ടായി. ലഹരി നാം ഒരു തരത്തിലും പിന്തുടരേണ്ട ഒരു വഴിയല്ല. അതുകൊണ്ട് തന്നെ അത്തരം എന്തെങ്കിലും കുറ്റം ചെയ്ത ആരും മാതൃകാപരമായ ശിക്ഷ ഏറ്റുവാങ്ങാൻ അർഹരാണ്. എന്നാൽ ഈ പുലിപ്പല്ലിന്റെ കാര്യം വളരെ വിചിത്രമാണ്. ആനക്കൊമ്പ് കൈവശം വെച്ചു എന്ന കുറ്റത്തിന് നമ്മുടെ ചില സവർണ സെലിബ്രിറ്റികൾ അവർക്കെതിരെ കേസുണ്ടായപ്പോൾ എന്താണ് സംഭവിച്ചതെന്നൊക്കെ നമുക്കറിയാം. പുലിപ്പല്ലുമാല ധരിച്ച് നടക്കുന്ന പല സെലിബ്രിറ്റികളും ഇപ്പോൾ തന്നെ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരോടുള്ള സമീപനം എന്താണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ വേടനെതിരെയുള്ള ഈ 2ാമത്തെ കേസിലെ നീക്കങ്ങൾ വളരെ ദുരൂഹമായിട്ട് നമുക്ക് തോന്നും. വേടനെതിരെ നിലനിൽക്കുന്ന നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ചില വെറികൾ, സാമൂഹ്യ വെറികൾ, അവയൊക്കെ തന്നെ ഈ വിഷയത്തിൽ ഉള്ളടങ്ങുന്നുണ്ടോ എന്നുള്ള കാര്യം നാം പരിശോധിക്കേണ്ടതാണ്. എന്തായാലും വിവാദമായിട്ടുള്ള ഈ സാഹചര്യത്തിലാണ് നാം വേടന്റെ പാട്ടും രാഷ്ട്രീയവും ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. റാപ്പാണ് വേടന്റെ സംഗീത മാർഗം. എന്താണ് ഈ റാപ്പ്? റാപ്പ് ന്യൂയോർക്കിലെ ആഫ്രിക്കൻ അമേരിക്കൻ വംശജരായിട്ടുള്ള യുവാക്കൾക്കിടയിൽ ഉടലെടുത്ത ഒരു സംഗീത രൂപമാണ്. സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെയും വൈയക്തിക യാഥാർത്ഥ്യങ്ങളെയും പ്രതിഫലിപ്പിക്കുന്ന ചടുലമായ സംഭാഷണങ്ങളെ താളവാദ്യത്തിന്റെ അകമ്പടിയോട് അവതരിപ്പിക്കുക എന്നുള്ളതാണ് റാപ്പിന്റെ ഒരു രീതി. അമേരിക്കയിലെ തന്നെ ആഫ്രിക്കൻ അമേരിക്കൻ ചെറുപ്പക്കാരുടെ ജീവിത പ്രശ്നങ്ങളും അവരുടെ വൈയക്തികമായ വിഷയങ്ങളും ഒക്കെ തന്നെ അവിടെ ഉടലെടുത്ത റാപ്പിൽ പ്രതിഫലിച്ചിരുന്നു. തുടർന്ന് 1970കളിലാണ് റാപ്പിന്റെ ആദ്യ ഉദയം ഉണ്ടാകുന്നത്. തുടർന്ന് 80കളിലും 90കളിലും അതിന്റെ 2 പുനരുദ്ധാനങ്ങൾ ഉണ്ടായി. നിരവധി ഗായകരും നിരവധിയായിട്ടുള്ള ബാൻഡുകളും റാപ്പിൻ ഉടലെടുത്തു. റാപ്പിന് സമാനമായിട്ടുള്ള സംഗീത രൂപങ്ങൾ പല രാജ്യങ്ങളിലും ഉണ്ടായി. നമുക്ക് ബോബ് മാർലിയുടെ കാര്യമൊക്കെ അറിയാം. വിസ്തൃതനായ ജമൈക്കൻ സംഗീതജ്ഞനായിരുന്ന അതിപ്രഗത്ഭനായ അതിപ്രശസ്തനായ ഒരാളായിരുന്നു ബോബ് മാർലി. ബോബ് മാർലിയെ നമ്മുടെ കേരളീയർക്ക് പോലും പരിചയമുണ്ട്. റാപ്പിന് സമാനമായിട്ടുള്ള സംഗീത വിഭാഗങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന മറ്റൊരു ഗായികയാണ് ഹെലിൻ ബോലക്. തുർക്കിയിലെ ഗായികയായിരുന്നു അവർ. തുർക്കി ഭരണകൂടം അവർക്കും അവരുടെ ഗായക സംഘത്തിനും നേരെ ചില നടപടികൾ എടുത്തപ്പോൾ അതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് ദീർഘമായ ഒരു നിരാഹാര സമരം നടത്തിയ ഗായികയായിരുന്നു ഹെലിൻ. ഹെലിൻ ആ നിരാഹാര സമരത്തിന് ഇടയിൽ മരണമടഞ്ഞു എന്നുള്ളതും നാം ഓർക്കേണ്ട ഒരു വസ്തുതയാണ്. ഞാൻ വേടനെ കുറിച്ച് പറയുമ്പോൾ ചില സമാനമായിട്ടുള്ള ചില സംഗീത സംഭവങ്ങൾ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. ഈ റാപ്പ് സംഗീതം, വേടന്റെ റാപ്പ് സംഗീതം ഇന്ത്യയിലേക്ക്, നമ്മുടെ ഇന്ത്യൻ സിനിമയിലേക്ക് അതിന്റെ ചില പ്രതിച്ഛായകൾ ചില കാലങ്ങളിൽ കടന്നു വരുന്നുണ്ട്, സമീപസ്ഥമായിട്ടും കടന്നു വരുന്നുണ്ട്. പക്ഷെ അവയൊക്കെ തന്നെ ഉള്ളടക്കത്തിൽ റാപ്പിനൊപ്പം നിൽക്കാത്തവയാണ്. അവ വെറും പ്രതിച്ഛായകൾ മാത്രമായിരുന്നു എന്ന് കാണാം. നമ്മുടെ ദക്ഷിണേന്ത്യയിലേക്ക്, തമിഴിലേക്ക് റാപ്പ് കടന്നു വരുന്നത് അറിവിനെ പോലെയുള്ള ഗായകരുടെ പരിശ്രമത്തോടു കൂടിയാണ്. അവരുടെ സംഗീത സബരിയിലൂടെയാണ് അത് കടന്നു വരുന്നത്. നമ്മുടെ ദ്രാവിഡിയൻ സംഗീതത്തിന്റെയും നാട്ടുസംഗീതത്തിന്റെയും മറ്റൊരു വേർഷൻ എന്നുള്ള നിലയിലാണ് ഈ ചടുലമായ റാപ്പ് നമ്മുടെ തമിഴിലേക്കും ദക്ഷിണേന്ത്യയിലേക്കും കടന്നു വരുന്നത്. അത് പറയുമ്പോൾ നാം മറ്റു ചില കാര്യങ്ങൾ കൂടി ഓർക്കേണ്ടതുണ്ട്. കർണാടക സംഗീതത്തിന്റെ ഒരു വലിയ സ്വാധീനം, വലിയൊരു മേധാവിത്വം, ജാതി മേധാവിത്വം പോലെ തന്നെ നിലനിൽക്കുന്ന ഒരു ഭൂഭാഗമാണ് നമ്മുടെ ദക്ഷിണേന്ത്യയും ഇന്ത്യയും തന്നെ. മറ്റെല്ലാ സംഗീത രൂപങ്ങളെക്കാളും സംഗീത രീതികളെക്കാളും ഒക്കെ മികച്ചത് കർണാടിക് സംഗീതമാണ്. അതാണ് സംഗീതത്തിന്റെ യഥാർത്ഥ ശുദ്ധരൂപം എന്നുള്ള വലിയ ഒരു പ്രതീതി നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. കർണാടക സംഗീതത്തിന്റെ ഒരു വലിയ ആധിപത്യം നിലനിൽക്കുന്നുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട്
നമ്മുടെ നാട്ടുപാട്ടിന്റെയും നാടോടി സംഗീതത്തിന്റെയും ശീലുകളുടെ ഒരു ഛായയോടുകൂടി എന്നാൽ ഒരു പുതിയ രീതിയിൽ കടന്നു വന്നതാണ് പിന്നെ ദക്ഷിണേന്ത്യയിലേക്ക് കടന്നു വന്ന റാപ്പ്. മലയാളത്തിലേക്ക് അത് വേടനിലൂടെയാണ് അതിശക്തമായിട്ട് കടന്നു വരുന്നത്. അടിയാളുടെ ജീവിതാവസ്ഥയുടെ അതിശക്തമായിട്ടുള്ള ഒരു ആവിഷ്കാരം എന്നുള്ള നിലയിലാണ് ഈ വേടൻ റാപ്പുമായി നമ്മുടെ മലയാളത്തിലേക്ക് കടന്നു വന്നത്. അതിൻ്റെ ഒരു പിന്നെ സാഹചര്യം നമ്മൾ മനസ്സിലാക്കണം. എന്താണ് ഈ റാപ്പ് വേടൻ അവതരിപ്പിക്കുന്നതിന്റെ ഉള്ളടക്കത്തിലുള്ള രാഷ്ട്രീയം എന്നുള്ളത് നാം അന്വേഷിക്കേണ്ടതാണ്. ഏതാണ്ട് 1500 വർഷത്തോളം പഴക്കമുണ്ട് നമ്മുടെ ജാതി വ്യവസ്ഥയ്ക്ക്. ഇന്ത്യയിലെ അധ്വാനിക്കുന്ന ജനവിഭാഗത്തെ അടിമകളാക്കി നിലനിർത്തിക്കൊണ്ട് 1500 വർഷത്തോളം ഏറ്റവും കുറഞ്ഞത് അത്രയും കാലം നിലനിൽക്കുന്ന ഒന്നാണ് നമ്മുടെ വർണ്ണവ്യവസ്ഥയും ജാതി വ്യവസ്ഥയും. നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം സംവരണത്തിന്റെ ആനുകൂല്യത്തിലൂടെ അംബേദ്കർ പോലുള്ള ആളുകൾ കൊണ്ടുവന്ന സംവരണത്തിന്റെ ആനുകൂല്യത്തിലൂടെ അധികാരത്തിന്റെ ചില പരിസര പ്രദേശങ്ങളിലൊക്കെ ഈ അടിയാള വിഭാഗത്തിന്, ഈ അടിമ വിഭാഗത്തിന് ചെന്നെത്താൻ കഴിഞ്ഞുവെങ്കിൽ പോലും അധികാരത്തിന്റെ മുഖ്യധാരയിലും നമ്മുടെ സാമൂഹിക ഇടങ്ങളുടെ മുഖ്യ മേഖലകളിലൊന്നും തന്നെ ഈ അടിയാള ജനവിഭാഗത്തിന് ചെന്നെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമായി നിൽക്കുകയാണ്. ഇന്ത്യയിൽ കേരളം ഒഴികെയുള്ള പ്രദേശങ്ങളിൽ ഇപ്പോഴും ജാതീയമായിട്ടുള്ള വിവേചനവും ജാതീയമായ അടിമത്വവും നിലനിൽക്കുന്നുണ്ട്. ഭൂമിരഹിതരായ ഒരു ജനവിഭാഗം എന്നുള്ള നിലയിൽ നമ്മുടെ അധസ്ഥിത ജനത, ദളിതരും അതിപിന്നോക്കക്കാരും നിലനിൽക്കുന്നുണ്ട്. ഇത് ഇന്ത്യയുടെ ഒരു സാഹചര്യം. കേരളത്തിന്റെ സാഹചര്യം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ പുരോഗമന പ്രസ്ഥാനങ്ങളും നവോത്ഥാന പ്രസ്ഥാനങ്ങളും ഒക്കെ ഉഴുതുമറിച്ച ഒരു മണ്ണാണ് നമ്മുടേത്. എങ്കിൽ പോലും കേരളത്തിൽ പോലും ഈ ജാതീയ മനോഭാവത്തിന്, ജാതിയുടെ ബോധത്തിന് കാര്യമായിട്ടുള്ള ശോഷണം സംഭവിച്ചിട്ടില്ല എന്ന് നമ്മൾ കാണണം. ഇനി ഈ കേരളത്തിലെ അടിയാളുടെ സ്ഥിതി എടുത്ത് പരിശോധിക്കുമ്പോൾ നാം ഓർമ്മിക്കുന്നത് പഴയ ഒരു ഗാനമാണ്. നമ്മുടെ പുരോഗമന പ്രസ്ഥാനങ്ങൾ ഉയർത്തിയ ഗാനം, നിങ്ങൾ കൊയ്യും വയലെല്ലാം നിങ്ങളുടെ ദേഹം പൈങ്കിളിയെ എന്നുള്ള ഗാനം. പക്ഷേ അവർ കൊയ്ത വയലൊന്നും അവരുടേതായില്ല. കേരളത്തിന്റെ ഭൂപരിഷ്കരണത്തിന്റെ ചരിത്രമെടുത്ത് പരിശോധിക്കുമ്പോൾ കേരളത്തിലെ ദളിതരും അതിപിന്നോക്കക്കാരുമായിട്ടുള്ള അധസ്ഥിതർക്ക് അവർ കൃഷി ചെയ്യുന്ന ഭൂമി കിട്ടിയില്ല. മറിച്ച് അവർക്ക് കിട്ടിയത് കുടികിടപ്പവകാശമാണ്. 5 സെന്റ് 7 സെന്റ് തുണ്ട് ഭൂമിയാണ് അവർക്ക് ഭൂപരിഷ്കരണത്തിന്റെ ഫലമായിട്ട് ലഭിച്ചത്. അവരുടെ കൃഷിഭൂമിയെ അവർക്ക് സ്വന്തമായി കിട്ടിയില്ല. ഇതിന്റെ ഫലമായി ഈ ഭൂമിയില്ലായ്മയുടെ ഫലം പിന്നീടും കേരളത്തിലെ ദളിതരും അധസ്ഥിതരും അനുഭവിക്കേണ്ടി വന്നു. അതായത് 1970-കളിൽ തുടങ്ങിയ ഗൾഫിലേക്കുള്ള കുടിയേറ്റത്തിൽ പണയം വെക്കാനോ വിൽക്കാനോ ഒരു തുണ്ട് ഭൂമിയില്ലാത്ത ദളിതർക്കും പിന്നോക്കക്കാർക്കും ആ കുടിയേറ്റത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല, അതിൻ്റെ ഭാഗമാക്കാവാൻ കഴിഞ്ഞില്ല. ഇത്തരം പിന്നോട്ടടികൾ നമ്മുടെ സമൂഹത്തിൽ ദളിതരെ എവിടെ കൊണ്ടെത്തിച്ചിരിക്കുന്നു, അതിപിന്നോക്കക്കാരെ എവിടെ കൊണ്ടെത്തിച്ചിരിക്കുന്നു എന്ന് നാം കാണണം. അവർക്ക് സ്കൂളുകളില്ല, അവർക്ക് കോളേജുകളില്ല, അവർക്ക് വലിയ ബിസിനസ് സ്ഥാപനങ്ങളില്ല, നല്ല ഒരു പലചരക്ക് കട പോലും ദളിതർക്ക് സ്വന്തമായി ഉണ്ടോ എന്ന് നമുക്ക് കേരളത്തെ സംബന്ധിച്ച് സംശയിക്കണം. ഈ സാഹചര്യം എന്ന് പറയുന്നത് ഒരു കനൽച്ചൂടുള്ള സാഹചര്യമാണ്. ആ സാഹചര്യത്തെയാണ്, ആ സത്യത്തെയാണ്, ആ യാഥാർത്ഥ്യത്തെയാണ് തൻ്റെ പാട്ടുകളിലൂടെ വേടൻ ആവിഷ്കരിക്കാൻ ശ്രമിച്ചത്. ചടുലമുള്ള മൂർച്ചയുള്ള റാപ്പിന്റെ സംഭാഷണങ്ങളിലൂടെ വേടൻ ആവിഷ്കരിക്കാൻ ശ്രമിച്ചത്. ഇനി നമ്മൾ വേടന്റെ ഈ റാപ്പ് ഗാനങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ അയാൾ പറയുന്ന തീഷ്ണ യാഥാർത്ഥ്യങ്ങൾ ഉണ്ട്. ഞാൻ പാണനല്ല, പറയാനല്ല, പുലയനല്ല, നീ തമ്പുരാനുമല്ല എന്നാണ് വേടന്റെ തീഷ്ണമായിട്ടുള്ള വാക്കുകൾ. അയാളുടെ കുപ്പായം വിയർപ്പുന്നിയ ഒരു കുപ്പായമാണ്. അത് കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തെ അത് കനൽ കൊണ്ട് പുതപ്പിക്കുന്നു. വേടൻ പാടുന്നു, അല്ല അല്ല അല്ലല്ല നാളതില്ല, വേടൻ ഇല്ലാ കഥ പറയുകയില്ല, കാടുകെട്ടവന്റെ നാട്ടിൽ ചോറുകെട്ടവൻ മരിക്കും, കൂറുകെട്ടവൻ ഭരിച്ചാൽ ഊരുകെട്ടവൻ മുടിക്കും. ഈ വരികൾ നാം കേൾക്കുമ്പോൾ നാം ഓർത്തുപോകുന്നത് വനവാസിയായ മരണപ്പെട്ട മധുവിനെയായിരിക്കും തീർച്ചയായും. ഇങ്ങനെ
നമ്മുടെ ജീവിക്കുന്ന യാഥാർത്ഥ്യങ്ങളിൽ നിന്നാണ് വേടിന്റെ പാട്ട് ഉയർന്നു വരുന്നത് എന്ന് നാം കാണണം. അടിമയ്ക്ക് ഏതിടം ചരിത്ര പുസ്തകങ്ങൾ എന്ന് വേടൻ ചോദിക്കുമ്പോൾ, തൻ്റെ പാട്ടുകളിലൂടെ ചോദിക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് പൊയ്കയിലപ്പച്ചനെയാണ്. പൊയ്കയിലപ്പച്ചന്റെ പാട്ടുകളെ വേടൻ നേരിട്ട് തന്നെ, കവിതകളെ വേടൻ നേരിട്ട് തന്നെ തൻ്റെ വേദികളിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. എങ്കിലും കേരളത്തിലെ അധസ്ഥിത ജനതയ്ക്ക് ചരിത്രത്തിൽ ഇടമില്ലാതെ പോകുന്ന ദുരവസ്ഥയെയാണ് വേടൻ ഈ വരികളിലൂടെ ചിത്രീകരിക്കുന്നത്. അതായത് അടിയാളന്റെ യാഥാർത്ഥ്യം അവൻ പറയുന്നു, ഭൂമി ഞാൻ വാഴുന്നിടം അനുദിന നരകമായി മാറുന്നിടം. ഇതിലെല്ലാം ഉണ്ട് നമ്മുടെ സാമൂഹ്യാവസ്ഥയുടെ കൃത്യമായ ഒരു ചിത്രമുണ്ട്. ജാതി നമ്മുടെ സമൂഹത്തിൽ ഇല്ലാതായി എന്ന് കരുതുന്നവരുണ്ട്. പക്ഷെ എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം? പരമപുച്ഛമായി, പരിഹാസമായി ജാതിബോധം നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ സമൂഹത്തിന്റെ സ്ഥിതി എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ജാതി ആധുനികമായി പുനഃസംഘടിപ്പിക്കപ്പെട്ടു കഴിഞ്ഞു. നമ്മുടെ ജാതി മാട്രിമോണിയലുകൾ കണ്ടാൽ അത് നമുക്ക് മനസ്സിലാകും. ജാതി ഇല്ലെന്ന് പറയുന്നവരുടെ മരണത്തിന് ജാതിയുണ്ട്, അവരുടെ വിവാഹത്തിന് ജാതിയുണ്ട്, അവരുടെ എല്ലാ സാമൂഹ്യ ആചാരങ്ങളിലും ജാതിയുണ്ട് എന്ന് നമുക്കറിയാം. നമ്മുടെ ചെറുപ്പക്കാർക്ക് പോലും ഫ്യൂഡൽ മിച്ചമായിട്ടുള്ള ജാതിവാല് തൻ്റെ പേരിന്റെ കൂടെ വെച്ചുകൊണ്ട് നടക്കാൻ യാതൊരു മടിയുമില്ല. ജാതി ഇല്ല എന്ന് പറയുകയും അതേസമയം ജാതി ആചരിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമായിട്ട് നമ്മൾ മാറിയിട്ടുണ്ട്. നമ്മൾ കേരളീയർ മാറിയിട്ടുണ്ട്. നമ്മൾ കമ്മ്യൂണിസ്റ്റ് ആണെന്ന് പറയും, നമ്മൾ സ്വതന്ത്രരാണെന്ന് പറയും, നമ്മൾ യുക്തിവാദിയാണെന്ന് പറയും. പക്ഷെ ജാതിയിൽ നിന്ന് ഒഴിയാൻ കേരളീയന് കഴിയുന്നില്ല. ഈ ഒരു സാമൂഹ്യ അവസ്ഥയിൽ നിന്നാണ് വേടന്റെ പാട്ടുകളിലെ രാഷ്ട്രീയം ഉയർന്നു വരുന്നത്. ആ സാമൂഹ്യ യാഥാർത്ഥ്യത്തിന്റെ തീഷ്ണത ഉയർന്നു വരുന്നത്, കനലായി അവന്റെ വരികൾ നമ്മുടെ മുമ്പിൽ നിന്ന് കത്തുന്നത്, അവ നമ്മെ വിയർപ്പിന്റെ കുപ്പായം പോലെ പുതപ്പിക്കുന്നത്. ഇന്ന് വേടന്റെ ജീവിതത്തിലുണ്ടായ ചില സംഭവങ്ങളെ കുറിച്ച് നാം പറയുമ്പോൾ നാം അതിനെ അയാൾക്കായി മാറ്റിവെക്കുക. അയാൾ കേസ് നേരിടട്ടെ, അയാൾ കേസ് വാദിക്കട്ടെ, കോടതി അയാളെ വെറുതെ വിടുകയോ ശിക്ഷിക്കുകയോ ചെയ്യട്ടെ. പക്ഷേ വേടന്റെ പാട്ടിന്റെ രാഷ്ട്രീയത്തെ നാം കുറച്ചു കാണരുത്. അതിനെ ചർച്ച ചെയ്യണം, അതിനെ ഉയർത്തിപ്പിടിക്കണം, അതിനെ നെഞ്ചോട് ചേർക്കണം. ഇതാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.